കേരള കോൺഗ്രസിലേക്ക് വരികയാണെങ്കിലേ മാണി ഗ്രൂപ്പിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ടല്ലോ. ശരിക്കും പാലയൊക്കെ അങ്ങനെ ഒരു മാറാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന് പറയുന്നു, അല്ലാതെ ഒരു പ്രശ്നങ്ങൾ വരുന്നു. അതിൻ്റെ ഇടയ്ക്കൊക്കെ അങ്ങനത്തെ പലതരത്തിലുള്ള ചർച്ചകളും ഒക്കെ ഉയർന്നു കേൾക്കുന്നു. അത് ഏത് തരത്തിലായിരിക്കും ശരിക്കും കോട്ടയത്തിന്റെ ഒരു ഭാവി എത്തിയിരുന്നത്? ഈ കേരള കോൺഗ്രസ് ഘടകങ്ങളിൽ അണികളുള്ള ഒരേ ഒരു ഘടകം മാണി കോൺഗ്രസ് മാത്രമാണ്. അണികളുള്ളവര് ബാക്കി ജോസഫ് വിഭാഗമാണെങ്കിലും മറ്റേ അണികൾ ശേഷിക്കുന്നത് മാണി ഗ്രൂപ്പിലാണ്. പക്ഷെ നീ ആലോചിച്ച് നോക്ക്, പാലയില് ഇപ്പൊ ആ ഒരു കുടുംബം അവര് മാറി വളരെ ഇതായിട്ട് അതെനിക്ക് തോന്നുന്നു ആ നഗരസഭ. പക്ഷേ എനിക്ക് തോന്നുന്നത് മറ്റേ കോട്ടയത്ത് കഴിഞ്ഞ തവണത്തെക്കാളും ചുരുങ്ങിയത് ഒരു 2 സീറ്റെങ്കിലും 2 or 3 സീറ്റ് മറ്റേ UDF ഒന്ന് ചങ്ങനാശ്ശേരി തിരിച്ചു പിടിക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. അതേപോലെ കാഞ്ഞിരപ്പള്ളി എത്രമാത്രം സ്ട്രോങ് ആണ് എന്ന് എനിക്കറിയില്ല. അതേപോലെ തന്നെ നമുക്ക് പിന്നെയുള്ളത് കഴിഞ്ഞ തവണ മറ്റേ PC ജോർജ് 3ാം സ്ഥാനത്തേക്ക് പോയ സാക്ഷാൽ പൂഞ്ഞാറിലും ഈ പറഞ്ഞ രീതിയിൽ ഈ കോൺഗ്രസ് ഇപ്പോൾ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൂഞ്ഞാറിൽ സീറ്റ് കൊടുത്തതിൻ്റെ പേരിലാണ് അബിൻ വർക്കി രാജിവെച്ചെന്ന് കേൾക്കുന്നു. അങ്ങനെയാണെങ്കിൽ അല്ല, അബിൻ വർക്കി രാജിവെച്ചതെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ അവിടെ എന്തായിരിക്കും മാറുന്നതെന്ന് അറിയില്ല. പക്ഷെ ഈ സീറ്റുകളെല്ലാം ഒരുപക്ഷെ മാണി ഗ്രൂപ്പ് അങ്ങനെ പറയാൻ പറ്റില്ല. അവരെ സംബന്ധിച്ചുള്ള ഇപ്പൊ കോട്ടയത്തെ LDF സംബന്ധിച്ചിടത്തോളം ഇവര് കൂടെയുള്ളത് ഒരു ഗുണം തന്നെയാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രാദേശികമായിട്ട് പല സ്ഥലത്തുണ്ട്. പിന്നെ ഒരു തരത്തിൽ ഈ ലീഗുകാരെ പോലെയൊക്കെ തന്നെ കുറച്ച് വളരെ സ്ട്രോങ് ആയിട്ടുള്ള പ്രവർത്തകരാണ്. ഇപ്പൊ രണ്ടിലെ കണ്ടാൽ പക്ഷെ എന്താ പ്രശ്നം, അവര് പിളർന്നിട്ടുണ്ട്. രണ്ടായിട്ട് നിൽക്കുന്ന ആൾക്കാർ തന്നെയാണ്. ഇതിന്റെ കൂടെയുള്ള ഒരു വിഭാഗമുണ്ട് പഴയ മാതിരി സ്ട്രോങ് അല്ല. സ്വാഭാവികമായിട്ടും മറ്റൊരു വിഭാഗം വളരെ മറ്റേ സ്ട്രോങ് ആയിട്ട് ജോസഫ് ഗ്രൂപ്പിന്റെ കൂടെ, ജോസഫ് ഗ്രൂപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോട്ടയം ഭാഗത്ത് പറയുകയാണെങ്കിൽ മോഹൻസിന്റെ കൂടെ നിൽക്കുന്ന ഒരു വലിയ സംഘം കേരള കോൺഗ്രസ്സുകാരുണ്ട്. അതിൽ സംശയമുണ്ട്. അവർ അതേപോലെ തന്നെ വളരെ സ്ട്രോങ് ആയിട്ട് എങ്ങനെയാണോ മാണി സാറിന്റെ കൂടെ നിന്നിരുന്നത് അത്രയും ശക്തിയോടുകൂടി തന്നെ അവർ മോഹൻസിന്റെ കൂടെ മാണി സാറിന്റെ മോനെ എതിർത്ത് നിൽക്കുകയും ചെയ്യും. അങ്ങനെ സ്ട്രോങ് ആണ് അവർ. അത് കാരണം തന്നെ അതിലൊരു സംശയം വേണ്ട. എനിക്കൊന്ന് ഇത്തവണ മോഹൻസിനെതിരെയും ഈ PG ജോസഫിനെതിരെയൊക്കെ കേരള അവരുടെ ഗ്രൂപ്പിൽ തന്നെ ആൾക്കാർക്ക് ഭയങ്കരമായിട്ടുള്ള പ്രതിഷേധമുണ്ട്. സീറ്റ് വിട്ടുകൊടുത്തുകൊണ്ടിട്ട് ഇത്തവണ കഴിഞ്ഞ പാലായിലെ പരാജയമാണ് വരുന്നത്. പാലായിൽ എൻ്റെ അഭിപ്രായത്തിൽ പാലായിൽ സ്ഥിതി മാറിയിട്ടുണ്ട്. അനുകൂലമായിട്ട് വരും, കുറച്ചും കൂടെ വരും. പിന്നെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം അവർ ജയിക്കും എന്നൊക്കെ വിചാരിച്ച് മാറിയിട്ടുണ്ട്. നമ്മൾ ഇതിൽ ഈ അഭിപ്രായം എനിക്കുണ്ട്. ഒന്നല്ല, പാലയിൽ ഇപ്പോൾ സഭയും ഇപ്പം ഈവൻ കാത്തലിക് സഭ അടക്കമുള്ള ആളുകൾക്ക് ഈ ജോസ് കെ മാണി തോൽക്കേണ്ടതില്ലായിരുന്നു. മാണി സാറിന്റെ മകൻ തോൽക്കേണ്ടതില്ലായിരുന്നു. പ്രതിഷേധമൊക്കെ ഉണ്ടെങ്കിലും അങ്ങനെ ഒരു തോൽപ്പിച്ചു വിട്ടത് അത്ര ശരിയായില്ല എന്നുള്ളൊരു വികാരം. ആ ഒരു സഭയുടെ ഒരു ഇടതുപക്ഷ വിരോധമൊക്കെ അലിഞ്ഞു പോയിട്ട് അതൊന്നും ഇല്ല. ഇപ്പം പറയുന്നത് പോലെ മാറിയിട്ടുണ്ട്. കാരണം ഇത് പറഞ്ഞോളൂ, ഈ ചങ്ങനാശ്ശേരിയുടെ കാര്യം പറഞ്ഞോളൂ, നമ്മൾ പറയാൻ വിട്ട ഒരു മണ്ഡലം ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ നോക്കണേ, ഞാൻ പറഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നമുക്ക് നിയമസഭയുടെ ഒരു പ്രീ ലെവൽ എടുക്കണ്ട അങ്ങനെ തന്നെ വിചാരിക്കും നമ്മൾ. കാരണം അത് മാറിയ ചരിത്രമാണല്ലോ നമുക്ക് ഇന്നേ വരെ കണ്ടിട്ടുള്ളത് പലപ്പോഴും. പക്ഷെ അപ്പൊ പോലും പാലയിൽ പോലും നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള മുന്നേറ്റങ്ങളാണ് അല്ലാതെ കോൺഗ്രസ് പണിയെടുത്താല് ഇവിടെ എനിക്ക് കോൺഗ്രസ് എന്തോരം പണിയെടുക്കുന്നു, ഇപ്പോൾ CPM എന്തോരം പണിയെടുക്കുന്നു. അതാണ് അവിടുത്തെ ആ മണ്ഡലത്തിലെ എല്ലാ സീറ്റിലെ വിജയത്തിന്റെ ഘടകമാവുന്നത്. അതുപോലെ പക്ഷേ ഇവിടെ കൊണ്ട് കാഞ്ഞിരപ്പള്ളി നേരത്തെ ചേട്ടൻ പറഞ്ഞ പോലെ ഈ ജോർജ് കുര്യൻ എന്തിനു വന്ന് മത്സരിച്ചു നമ്മളൊരു ചോദ്യം ഉണ്ടല്ലോ നോബിൾ. അവിടെ അവർ വോട്ട് പിടിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു 20,000-30,000 വോട്ട് കാനാശം പിടിച്ചായിരുന്നു. ഇപ്പം അവിടെ പിന്നെ ഉള്ളത് കാഞ്ഞിരപ്പള്ളി ഈ പഴയ വാടൂർ നായർ മണ്ഡലമായിരുന്നല്ലോ. അപ്പൊ ഈ കാഞ്ഞിരപ്പള്ളിയിലേക്ക് വോട്ട് ഈ സവർണ വോട്ടുകളുണ്ടല്ലോ, നായർ വോട്ടുകളൊക്കെ വരുന്നത്, ഈഴ വോട്ടുകൾ ജയരാജന് കിട്ടുന്നത്. അപ്പൊ ഇത് ഈ BJPയിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ ആ ഒരു ഇതൊക്കെ ആയിരിക്കും ഇവർക്ക് കിട്ടുന്നത്. ഇത് തന്നെയാണ് നമ്മൾ പറയാൻ നേരത്തെ വിട്ടുപോയൊരു മണ്ഡലമായിരുന്നു നമ്മൾ തിരുവല്ല, പത്തനംതിട്ടയിലെ ഒരു ഇത് വഹിച്ചിട്ട്. കാരണം അവിടെ ഈ BJP
വോട്ട് പിടിക്കുന്നത്. അനൂപ് ആന്റണിയുടെ ഒരു പ്രതീക്ഷ സഭയുമായി സഭയിൽ ബന്ധപ്പെട്ട് ഉള്ളത് കാരണം എന്തോ- അനൂപ് തന്നെയാണ് നിൽക്കുന്നത്. അതെ. അപ്പം ചങ്ങനാശ്ശേരി തിരുവല്ലയിൽ പക്ഷെ സ്വാഭാവികമായിട്ടും സഭയായിട്ട് വളരെ അടുത്ത ബന്ധമുള്ള മാത്യു ടി തോമസ് ആണ് മാത്യു ടി ആ, തോമസ് അവിടെ ഉള്ളത്. പിന്നെ അവിടെ- മാത്യു തോമസ് അവിടെ- സ്വയം ഒരു അച്ഛന്റെ മകനാണ്. മകനാണ്. ആ, അവിടെ അതെ. പിന്നെ പുള്ളി കുറച്ച് വർഷം പിന്നെ ഇപ്പൊ അവിടെ ഈ ജോസഫിന്റെ ഇതിനകത്ത് ഭയങ്കര അടിയാണ്. തോമസ് ഉണ്ണിയേട്ടനൊക്കെ വലിയ വഴക്കൊക്കെ. ഈ വോട്ടുകൾ സ്പ്ലിറ്റ് ആവാനുള്ള സാധ്യതകളാണ് അതെ, തിരുവല്ലയിൽ അതെ. ഈ വോട്ടുകൾ സ്പിറ്റായി പോയത് എനിക്ക് തോന്നുന്നു LDF-ലേക്ക് അതാട് വരുന്നതാണ്. ഈ കോൺഗ്രസും വരും. പിന്നെ നമ്മൾ ആ റീജിയൻ മൊത്തം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന എന്നാൽ വളരെ സ്ട്രോങ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സഭയാണ് പെന്തക്കോസ്ത് സഭ. ആ പെന്തക്കോസ്ത് സഭ ശരിക്കും ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ പത്തനംതിട്ട മുതൽ കോട്ടയത്തിൻ്റെ ഈ പറഞ്ഞ രീതിയിൽ ഒരു കാഞ്ഞിരപ്പള്ളി കടുത്തുരുത്തി ഭാഗങ്ങൾ വരെ വരുന്നൊരു സംഭവമാണ്. ഇവർ വളരെ ഓപ്പണായിട്ട് ഇത്തവണ ലെഫ്റ്റിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കണം ശരിക്കും മറ്റേ നമ്മൾ മതം മാറിയ മറ്റേ ദളിത് ക്രൈസ്തവർ മുതൽ എല്ലാവരും ഒരു സമൂഹത്തിലൊരു പിന്നാക്ക വിഭാഗം വളരെ സജീവമായിട്ടുള്ളൊരു സഭയാണ് പെന്തക്കോസ്ത് സഭ. അവരുടെ പ്രവർത്തനങ്ങൾ മുഴുവൻ വളരെ സൈലൻറ്റുമാണ്, ഇത്ര വലിയ ശബ്ദമുയർത്താറുള്ളത്. പക്ഷേ അതിനകത്ത് അവർക്കൊരു വലിയ സ്ട്രെങ്ത് ഉണ്ട്, തീരുമാനമുണ്ട്, അത് നടപ്പാക്കുകയും ചെയ്യും. പലപ്പോഴും നമ്മൾ ഇലക്ഷൻ ചർച്ചകളിൽ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു വിഭാഗമാണ് അവരെയും ഇത്തവണ ഇത്ര ഓപ്പണായിട്ട് അവരൊരു മറ്റു നിലപാടെടുത്ത് മുമ്പ് പോയിട്ടില്ല എന്ന് തോന്നുന്നു. അവരുടെ പത്തനംതിട്ടയിലും കോട്ടയത്തും എല്ലാം പ്രതിഫലിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ പറഞ്ഞ രീതിയിൽ തിരുവല്ലയ്ക്ക് അടക്കമുള്ള സ്ഥലങ്ങളിൽ അത് പ്രതിഫലിക്കാനായിട്ട് വളരെ എൻ്റെ ഒരു ചിന്ത ഞാൻ പറയട്ടെ. ഈ തെരഞ്ഞെടുപ്പിൽ ഈ കേരള കോൺഗ്രസ് പാർട്ടികൾക്ക് വളരെ നിർണായകമായിരിക്കും. കാരണം ഇത്തവണ രണ്ട് ഭാഗത്തു നിന്നും ഇവർ ദുർബലമായി കഴിഞ്ഞാൽ എനിക്കൊന്ന് കോട്ടയമൊക്കെ കംപ്ലീറ്റ് ആയിട്ട് കോൺഗ്രസ് തന്നെ ഏറ്റെടുക്കണമെങ്കിൽ ഇപ്പോൾ CPM ഒക്കെ ഈ പ്രധാനപ്പെട്ട സീറ്റുകളൊക്കെ അവർ തന്നെ എടുക്കും. ഇപ്പം തന്നെ കോൺഗ്രസിന് ഈ പല സീറ്റുകളും കിട്ടിയിരുന്നെങ്കിൽ നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അവര്. ആ രീതിയിലായിരിക്കും അവർക്ക് നിർണായകമായിട്ട് ഈ തെരഞ്ഞെടുപ്പ് ഇത്തവണ അത് ദുർബലമായിട്ടാണ് കേട്ടോ ഇപ്പൊ അവർ വിട്ടൊക്കെ കൊടുത്തത്. അല്ലാതെ വേറൊന്നും കൊണ്ട് തോറ്റു പോകും. കാരണം കോൺഗ്രസ്സുകാർ പറയുന്നത് കോൺഗ്രസ്സുകാർ വോട്ട് ചെയ്തു. അത് ഞാൻ പറഞ്ഞു. അല്ല, അതെന്താണെന്നറിയാവോ, അവർക്ക് നിലനിൽപ്പിന് വേണ്ടി നേരത്തെ കേരള കോൺഗ്രസ്സുകാർ വിചാരിച്ച ജയിക്കുന്ന സീറ്റുകളുണ്ടല്ലോ, അത് ആ കാലമൊക്കെ പോയി. കേരള കോൺഗ്രസിന്റെ ആൾക്കാർ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്ന കാലമൊക്കെ പോയി. ഇത് ഇവർ തന്നെ കോൺഗ്രസ്സുകാരും അല്ലെങ്കിൽ ഇപ്പുറത്തെ ഇടതുപക്ഷക്കാരും വോട്ട് ചെയ്ത് ജയിപ്പിക്കണം. അപ്പൊ ഇവർക്ക് നിർണ്ണയമായിരിക്കും ഈ സീറ്റ്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, കോട്ടയത്തും ആ ഫാക്ടർ എഫക്റ്റ് ഇല്ല. കാരണം ഇവരുടെ ഒരു ശക്തി എന്നുള്ള സാധനം നമുക്ക് ദുർബലമായി ഇത്തോണത്ത് തീരും. ഇത്തോണത്ത് കൊണ്ട് വിരപേശിൽ എനിക്ക് തോന്നുന്നു മറ്റേ പതുക്കെ കേരള കോൺഗ്രസിന്റെ അകത്ത് ലയിച്ച ഒരു വലിയ വിഭാഗം കോൺഗ്രസിന്റെ അകത്ത് ലയിക്കുകയും ബാക്കി കുറച്ച് വിഭാഗം കുറച്ച് ഈ ഇടതുപക്ഷത്തേക്ക് വരികയും അതങ്ങനെ പതുക്കെ ഇല്ലാതാവും. ഇപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാണി മാത്രമല്ല, ജോസഫിന്റെ കാലത്തോട് കഴിഞ്ഞല്ലോ. അപ്പുവാണ് മറ്റേ തൊടുപുഴയില് സ്ഥാനാർത്ഥി. അത് കാരണം തന്നെ അപ്പുവിനെ സ്ഥാനാർത്ഥിയായിട്ട് കൊണ്ടുവരാനായിട്ട് വിദേശത്ത് നിന്ന് കൊണ്ടുവന്ന് കഴിഞ്ഞ 3-4 വർഷമായിട്ട് തൊടുപുഴയിലുള്ള മരണ വീടുകളിലും കല്യാണ വീടുകളിലും എല്ലാം ജോസഫ് മനഃപൂർവ്വം വിടുന്നുണ്ട്. അദ്ദേഹം വളരെ സജീവമായിട്ട് അതിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം അപ്പുവിൻ്റെ സ്ഥാനാർത്ഥിത്വം അംഗീകരിച്ച് കിട്ടാനായിട്ട് 2 സീറ്റൊക്കെ വിട്ടുകൊടുക്കുന്നതിൽ ജോസഫിന് യാതൊരു കുഴപ്പവുമില്ല. ഇത് രണ്ട് മണ്ഡലേ ഉള്ളൂ ഇവർക്ക്. ഒന്ന് പിറവോ ഒന്ന് തൊടുപുഴയോ മാത്രമേ ഉള്ളൂ ഇവർക്ക് വിശ്വാസം. ഇവർക്ക് പൂർണ്ണമായിട്ടുള്ളതുള്ള 2 മണ്ഡലങ്ങൾ. ബാക്കി ഇപ്പൊ പാല നമ്മൾ ഓർത്തില്ലേ, അല്ല ചിന്തിച്ചോ, മാണിയുടെ പാല അവിടെ പോയില്ലേ. അല്ല, ബേസിക്കലി ഇടുക്കിയെ കുറിച്ച് പറയുമ്പോഴല്ലേ കൈ ഉയരാത്ത മണ്ഡലം, കൈ ഉയരാത്ത മണ്ഡലം എന്നാണല്ലോ ശരിക്കും ജില്ല എന്നാണല്ലോ പറയുക. ശരിക്കും കൈ ഉയർന്നിട്ടില്ലല്ലോ ഇതുവരെ. മൊത്തം ഇവരുടെ ഒരു ഇത് അതുകൊണ്ട് ഇടുക്കി കൊടുത്തത്. അല്ല, ഇടുക്കി മണ്ഡലം ഏറ്റെടുക്കേണ്ട കാര്യം എന്താണ്? ഇവർ വോട്ട് ചെയ്യത്തില്ലെങ്കിൽ അവർ തോറ്റു. കോൺഗ്രസ്സുകാർ വോട്ട് ചെയ്ത് അതാണ് ഇവർ വോട്ടും ചെയ്യണം. അവർക്ക് ഈ ഫലം അവരും കൊയ്യും. പക്ഷെ അത് ദുർബലമാകുമ്പോ ഏത് തരത്തിലേക്കാണ് ഇതിന്റെ അവിടുത്തെ ഒരു ഇടുക്കി എനിക്ക് തോന്നുന്നു അതേപോലെ 1-2 സീറ്റുകൾ എനിക്ക് തോന്നുന്നു ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കകളോ സംഭവങ്ങളോ ഒന്നും ഇല്ലാത്ത സീറ്റുകളായിരിക്കും. എനിക്ക് തോന്നുന്നു 2 സീറ്റ് എന്തായാലും ഉടമ്പുപോലെ സുഖമായിട്ട് ഇടതുപക്ഷത്തിന്റെ കിട്ടുന്ന ഒരു സീറ്റാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെ തോറ്റുപോകുന്നായിരുന്നു കേട്ടോ ഇവിടുത്തെ സർവേ ഫലങ്ങളൊക്കെ. ആ മണ്ഡലത്തിന്റെ സ്വഭാവം അറിയാത്ത ഇത് നടത്തുന്ന നമുക്ക് അറിയാം. അവിടെ പോയിട്ട് നിന്ന് നമ്മൾ പ്രാദേശികമായിട്ട് നടക്കുകയും നമ്മൾ അവിടെ കാണുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ സ്ട്രോങ് ആയിട്ട് പാർട്ടി ഉള്ളൊരു സ്ഥലമാണ് അവിടെ. അത്
അത് കൃത്യമായിട്ട് പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഉടുമ്പൻചോല മണ്ഡലത്തിൽ ഈ തോന്നുന്നു ഇടതുപക്ഷത്തിന് വലിയ ഭീഷണി ഉടുമ്പൻചോല ദേവികുളം. പക്ഷെ ഒരു മറ്റേ ഇവർക്ക് അനുകൂലമായ ഒരു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ UDF-ന് അനുകൂലമായ ഒരു തരംഗം ഉണ്ടാവുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലിക്കാൻ സാധ്യതയുള്ളത് ശരിക്കും ഇടുക്കി. അതെ, പീരുമേട്, മറ്റേ ഇടുക്കി, ഇവൻ ദേവികുളത്ത് പോലും ഈ പറഞ്ഞ രീതിയിൽ തിരിച്ചേട്ടാ. എൻ്റെ ഒരു അഭിപ്രായത്തില് ഈ എന്ത് കൊടുങ്കാറ്റടിച്ചാലും കുലുങ്ങില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്ന 2 മണ്ഡലങ്ങളാണ് ദേവികുളവും ഉടുമ്പൻചോലയും. കാരണം അത് തൊഴിലാളി മേഖലകളാണ്. അവിടെ കടന്നു കയറി ആ കോട്ട തകർക്കാനുള്ള വലിയൊരു എത്ര ഇല്ല ഒന്നും ചെയ്യത്തില്ല. പറയുന്ന യുവാവ് വന്നത് വളരെ ഗുണം ചെയ്തിട്ടുണ്ട് ലെഫ്റ്റിന്. കാരണം അയാൾ ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ഒരു കക്ഷിയാണ്. ദേവികുളത്താണെങ്കിലും ഉടുമ്പൻചോലാണെങ്കിലും 2 സ്ഥലത്തും ഒരു പകുതി നിങ്ങൾക്ക് തമിഴും കൂടി പറയാൻ അറിയുന്ന ആൾക്കാർക്ക് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അവിടെ മറ്റ് പകുതി പ്രസംഗങ്ങൾ നടക്കുന്നത്, പാർട്ടി പ്രവർത്തനം നടക്കുന്ന എല്ലാം മറ്റേ തമിഴിലും കൂടിയാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആ ഒരു കൾച്ചർ കൂടി നമ്മൾ മറ്റേ അത് കാരണം തന്നെ നമുക്ക് നമ്മളുടെ കേരളത്തിലെ ഒരു മൊത്തത്തിൽ രാഷ്ട്രീയ സ്വഭാവം വെച്ചിട്ട് അവിടെ നമുക്ക് വിലയിരുത്താൻ പറ്റില്ല. വളരെ സ്ട്രോങ് ആയിട്ടുള്ള സ്ഥലമാണ് അത്. എനിക്ക് തോന്നുന്നു അവിടെ വലിയ അത് ഇളക്കം ഞാൻ കാണുന്ന 2 മണ്ഡലങ്ങൾ 3 മണ്ഡലങ്ങൾ ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം തൊടുപുഴയായിരുന്നു അവർക്ക് കിട്ടിയിരുന്നത്. തൊടുപുഴ വലിയ ഭൂരിപക്ഷത്തിൽ കിട്ടി. ഇത്തവണ പോവും. ഇവിടെ ഇത്തവണത്തെ ഒരു മാറ്റം ഇടുക്കി മണ്ഡലത്താണ്. ഇടുക്കി കോൺഗ്രസ് ഏറ്റെടുത്തിരിക്കുക. ഇടുക്കി റോയ് കെ പൗലോസ് ആണ് അവിടുത്തെ ഇതാണ്. അങ്ങനെ വരുമ്പം ഈ വലിയ ഒരു പ്രശ്നം. പക്ഷെ റോഷി നല്ല രീതിയിൽ പണിയെടുത്തിട്ടുണ്ട്, മന്ത്രി എന്ന നിലയിൽ വന്നിട്ടുണ്ട്. അയാൾക്കുള്ള സ്വാധീനങ്ങളും ഇതൊക്കെ വന്നിട്ടുള്ളൊരു നല്ല ടൈറ്റ് മത്സരമായിരിക്കും. ആലപ്പുഴ ഇപ്പൊ എല്ലാ സ്ഥലത്തും ഭയങ്കര പൊട്ടലും ചീറ്റിലൊക്കെ നടക്കുന്നത്. കുട്ടനാട്ടിൽ നിന്നുള്ള UDF-കാർ മറ്റേ സ്വതന്ത്രമായിട്ട് പോകുന്നു. മറ്റേ DCC വൈസ് പ്രസിഡന്റ് എന്നുള്ള പ്രശ്നങ്ങൾ വരുന്നു. പിന്നെ സുധാകരന്റെ മാറ്റങ്ങൾ വരുന്നു. അങ്ങനെ പലതരത്തിലും അവിടെ പല സ്ഥലത്ത് കുട്ടനാട്ടിലും അമ്പലപ്പുഴയിലൊക്കെ ആയിട്ട് ഇങ്ങനെ പൊട്ടലും ചീറ്റിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. കരച്ചിലുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നോക്കുകയാണെങ്കിൽ ഒരു സീറ്റ് മാത്രം, ഹരിപ്പാട് മാത്രം, അത് രമേശ് ചെന്നിത്തല കഷ്ടിച്ച് രക്ഷപ്പെട്ടു പോന്നിട്ടുള്ള ഒരു സ്ഥലം. ബാക്കിയെല്ലാം LDF-ന്റെ കയ്യിലായിട്ടുള്ളൊരു സ്ഥലം. ഇത്തവണ എങ്ങനെയായിരിക്കും ഈ പൊട്ടലും ചീറ്റലിൻ്റെ ഇടയ്ക്ക് എന്തായിരിക്കും അവസ്ഥ എന്ന് പറയുന്നത്? രാഷ്ട്രീയപരമായിട്ട് എനിക്ക് തോന്നുന്നു ആലപ്പുഴ ഇപ്പോഴും വലിയ തോതിൽ ഈ പറഞ്ഞ രീതിയിൽ എന്തെങ്കിലും തരത്തിലുള്ള ഈ പറയുന്ന നമ്മൾ ഈ പുറത്ത് കാണുന്ന പല പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ പോലും വലിയ രീതിയിൽ LDF-ന് മണ്ണ് നഷ്ടപ്പെടാത്തൊരു സ്ഥലം തന്നെയായിട്ടാണ് നിൽക്കുന്നത്. അതേസമയം ഇതേപോലെ കോൺഗ്രസ്സിന് UDF-ന് നല്ല സാധ്യതകളും സംഭവങ്ങളും ഉണ്ട്. അവർക്ക് നല്ല മത്സരം കാഴ്ചവെക്കാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും അവർക്ക് നല്ല സ്ഥാനാർത്ഥികളുണ്ട്. പൂർണ്ണമായിട്ടും കണ്ടിട്ടില്ലെങ്കിൽ പോലും പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികളിൽ നല്ല സ്ഥാനാർത്ഥികളുണ്ട്. ഈ പറഞ്ഞ രീതിയിൽ അമ്പലപ്പുഴയിലൊക്കെ സ്വാഭാവികമായിട്ടും സുധാകരൻ UDF-ന്റെ സ്ഥാനാർത്ഥിയായിട്ട് വരുമ്പോൾ വലിയ മത്സരവും മത്സരമൊക്കെ നടക്കും. അങ്ങനെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മത്സരങ്ങൾ നടക്കുന്ന പ്രതിഭായും ലിജുവും കൂടെ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ഷാനിമോൾ ഉസ്മാൻ അരൂര് മത്സരിക്കുന്നു. ഏറ്റവും കൂടുതൽ സ്ത്രീകൾ മത്സരം ഉണ്ടാകാൻ പറ്റുന്ന മണ്ഡലമായിരിക്കും ഒരുപക്ഷെ അരൂർ എന്ന് പറഞ്ഞത് അല്ലേ? അങ്ങോട്ട് LDF-ലും UDF-ലും തീർച്ചയായിട്ടും ഗൗരിയമ്മ തൊട്ട് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഒരുപാട് സ്ത്രീകൾ മത്സരിക്കുകയും ജയിക്കുകയും തോക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള മണ്ഡലം. എല്ലായിടത്തും യഥാർത്ഥത്തിൽ ടൈറ്റ് ആയിട്ടുള്ള മത്സരം തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു സംഭവം, എനിക്ക് അങ്ങനെ തോന്നുന്നു. പക്ഷെ എങ്ങനെയായിരിക്കും ഇതിൻ്റെ ഒരു ഇപ്പോൾ അവിടെ പല ഇതുണ്ട്. ലത്തീൻ ബെൽറ്റ് ഉണ്ട്, തീരദേശ മേഖലയുണ്ട്, മുസ്ലിം വിഭാഗങ്ങളുള്ള സ്ഥലങ്ങളുണ്ട്, നായർ ഇഴ വോട്ടുകളുണ്ട്. ഇങ്ങനത്തെ എല്ലാ ജാതി സമുദായ ഘടകങ്ങളും ഒക്കെ ഇതിനെ ഒരു തെരഞ്ഞെടുപ്പ് വിധിയെ നിർണ്ണയിക്കും. അപ്പോൾ എങ്ങനെയായിരിക്കും ഇതിൻ്റെ ഒരു മാറ്റങ്ങൾ വരുന്നത്? LDF അവിടെ സ്ട്രോങ് ആയിട്ടുള്ള മണ്ണുള്ളപ്പോൾ തന്നെ എങ്ങനെയായിരിക്കും ഇതിൻ്റെ ഒരു മാറി മറിഞ്ഞും വന്നിട്ടുണ്ട് പല സ്ഥലത്തും അല്ലേ? ആലപ്പുഴയിലും വിധി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ട് പലപ്പോഴും. അപ്പം ഏത് ദിശയിലായിരിക്കും ഇപ്പോഴത്തെ ഒരു പോക്കെന്നുള്ളത്? കാരണം അവിടെ ഇങ്ങനെ 2 ഭാഗത്തുനിന്നും പൊട്ടലും ചീറ്റലുകളും വരുന്നുണ്ടല്ലോ. അല്ല, എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആലപ്പുഴ ജില്ലക്കാരായ നിങ്ങളിൽ നിന്ന് ആലപ്പുഴ ജില്ലയുടെ വിശദാംശങ്ങൾ കേൾക്കാനാണ് കുറച്ചുകൂടി കൗതുകം. ഇപ്പം ഞാൻ പറയണേക്കാളും എനിക്ക് തോന്നുന്നു രാജേഷും ചരിത്രം നോക്കിയാൽ ഈ ഇപ്പം അരൂര്, ചേർത്തല, ആലപ്പുഴ, മാവേലിക്കര, ചെങ്ങന്നൂര് ഈ മണ്ഡലങ്ങളാണ് UDF ജയിച്ചിട്ടുള്ളത്. ബാക്കി ഇപ്പം അമ്പലപ്പുഴ, കായംകുളം ഒക്കെ ഇടതുപക്ഷത്തിന് ഉറച്ചെന്ന് കൊണ്ടുണ്ട്. അവിടെ ഈ ആ സീറ്റിലൊന്നിലാണ് അമ്പലപ്പുഴയാണ് ഇപ്പം മാവേലിക്കരയും ജയിച്ചിട്ടുണ്ട് വന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെ വലിയ ഒരു കോട്ടയെന്ന് പറയുന്നത് ആലപ്പുഴയുടെ ചരിത്രം അറിയാലോ. ആലപ്പുഴ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ഇത് പറയുന്നത് രക്തസാക്ഷികളൊക്കെ അവിടെയാണ് ജി സുധാകരൻ ഇത്തവണ
ഞാൻ അങ്ങനെ ഇപ്പൊ എന്റെ ആലപ്പുഴയുടെ നമ്മൾ വയ്ക്കുമ്പോൾ ജി സുധാകരൻ ഈ പറയുന്ന ഇപ്പം മാധ്യമങ്ങള് പൊക്കി ഉയർത്തി വച്ചിരിക്കുന്ന ഒരു ബിംബം മാത്രമാണ്. അത് രാകേഷിന് ഒരു പക്ഷേ അമ്പലപ്പുഴയെ കുറിച്ച് കൃത്യമായിട്ട് അറിയാം. ഞാൻ ആലപ്പുഴയിലും കൂടെ വർക്ക് ചെയ്തുകൊണ്ട് എനിക്കറിയാം. അമ്പലപ്പുഴ എനിക്ക് അമ്പലപ്പുഴയിൽ വയ്ക്കുമ്പോഴത്തേക്ക് സുധാകരൻ എല്ലാരും പറഞ്ഞു സുധാകരന്റെ വ്യക്തി പ്രഭാവത്തിൽ സുധാകരൻ സത്യസന്ധനായിട്ടുള്ള, സുധാകരൻ അഴിമതിയില്ലാത്ത, കറവില്ലാത്ത നേതാവെന്ന നിലയിൽ വരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു മറ്റ് ആലപ്പുഴയിൽ പാർട്ടിയുടെ വളർത്തിയ ഒരാൾ തന്നെയാണ് സുധാകരൻ. വിത്തൗട്ട് പാർട്ടി സുധാകരനാണ് അമ്പലപ്പുഴയിലേക്ക് UDF കോട്ട പിടിച്ചെടുത്ത് LDF ആക്കുന്നത്. അങ്ങനെ കൂടെ ഉണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ പറയട്ടെ, ഇത് സുധാകരൻ അവിടെ അങ്ങനെ അല്ലാത്തൊരു ബെൽറ്റ് ഉണ്ട്. അതായത് പുള്ളിക്ക് ഞാൻ അത് വളരെ കൃത്യമായി പറയാം. അതായത് സുകുമാരൻ നായരെ അങ്ങോട്ട് പോയി രാത്രി പണ്ട് കാണാൻ പോയിട്ടെന്ന് പറഞ്ഞിട്ട് നമ്മളെ അന്നൊന്നും റെക്കോർഡ് ഇല്ലാത്തത് കൊണ്ട് അതറിയാതിരുന്ന ഒരു സമയം പുള്ളി ഇല്ലാന്നേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ സുകുമാരൻ നായർ ഉൾപ്പെടെ പുള്ളിയുടെ വീട്ടിലേക്ക് കാണാൻ വരിക. അപ്പം എന്നുവെച്ചാൽ ഞാൻ പറഞ്ഞത് സാമുദായികമായിട്ടുള്ള അങ്ങനത്തെ രീതിയിലുള്ള പുള്ളി എല്ലാ കാലത്തും നിലനിർത്തിയിട്ടുണ്ട്. പുള്ളിക്ക് മുസ്ലിം സമുദായവുമായിട്ട് പുള്ളി കൃത്യമായിട്ടുള്ള രീതിയിലുള്ള വെച്ചാൽ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇനി പ്രാദേശികമായിട്ടും പുള്ളിയുടെ നമ്മളോട് സംസാരിക്കാൻ പുള്ളിയുടെ വീട്ടുകാർക്ക് പോലും പുള്ളിയെ കൊണ്ട് ഉപകാരമില്ലാത്ത ഒരാളാണെന്ന് പറയാറുണ്ട്. എന്നുവെച്ചാൽ ഞാൻ പറയുന്നത് പുള്ളി സ്വാർത്ഥനല്ല എന്ന് ഞാൻ പറയത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പ്രതിവാഹരിയെ കൊണ്ടുവന്നത് ഉൾപ്പെടെ CS സുജാതയെ വെട്ടിയത് ഉൾപ്പെടെ നിങ്ങൾക്ക് വിയോജിപ്പുണ്ടാവും. പക്ഷേ CS സുജാതയെ വെട്ടാൻ വേണ്ടി മാത്രം പ്രതിവാഹരിയെ കൊണ്ടുവന്ന് അങ്ങനെ പല ആൾക്കാരെയും വളർത്തിക്കൊണ്ട് വന്നത് പുള്ളിയുടെ ഒരു സ്വാർത്ഥ താല്പര്യത്തിനും പുള്ളിയുടെ അധികാരമോഹത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്. പക്ഷേ അതൊക്കെ പാർട്ടിക്കുള്ളിൽ നടക്കുന്ന സംഗതികളും അമ്പലപ്പുഴയിലെ മണ്ഡലത്തിൽ സുധാകരൻ എന്ന് പറഞ്ഞ ഒരാൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു സ്വാധീനം ഉണ്ടെന്നാണ് ഞാൻ എപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ളത്. സുധാകരൻ പൂർണ്ണമായിട്ട് പുറത്തു വന്നിട്ടുണ്ട്. കഴിഞ്ഞ തവണ സുധാകരൻ എന്താ ചെയ്തത്? സലാമിന് വേണ്ടിയിട്ട് സുധാകരൻ പ്രവർത്തിച്ചെന്നാണ് പറയുന്നത്. അതാണല്ലോ 20 നോട്ടുള്ള മറ്റേ സുധാകരൻ താഴത്തേക്ക് പാർട്ടിയിൽ നിന്ന് പോകണത് എന്താ കാര്യം? സുധാകരൻ സലാം ജയിക്കണം സുധാകരൻ ഒട്ടും ആഗ്രഹം ഉണ്ടായിരുന്നില്ല. അത് തന്നെയല്ലേ വർദ്ധിക്കണം. അല്ല അത് അന്നത് ആഗ്രഹമില്ലായിരുന്നു മാത്രമേ ഉള്ളൂ. ഇന്നിപ്പോ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. എനിക്ക് അമ്പലപ്പുഴയിലെ ആലപ്പുഴ പാർട്ടിക്കാരെ എനിക്ക് ആലപ്പുഴയിലെ പാർട്ടിക്കാരെ ഈ ആലപ്പുഴ പാർട്ടിക്കാരുടെ ഞാനൊരു ഗുണം കണ്ടിരിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ സുധാകരൻ എന്നൊക്കെ ഏറ്റെടുക്കുന്നു. സുധാകരൻ സാറാണ്, സഖാവല്ലേ? സുധാകരൻ സഖാവല്ല, പാർട്ടിക്കാർക്കിടെ സുധാകരൻ സഖാവല്ല, സാറെന്ന് തന്നെ വിളിക്കണം. സുധാകരൻ അങ്ങനത്തെ കുറെ ചിന്താഗതിയൊക്കെ ഉള്ള ഒരാളാണ്. ഈ സാറ് പലപ്പോഴും എത്രയോളം പക്ഷെ തള്ളിക്കളയാൻ പറ്റത്തൊരു നേതാവായിരുന്നു രാകേഷ് LDFനെ സംബന്ധിച്ചിട്ട്. എന്താണ് തള്ളി കൊടുക്കേണ്ടത്? നിങ്ങൾ നോക്കൂ, സുധാകരൻ ഞാൻ ഗൗരിയമ്മ പോയില്ല. ഗൗരിയമ്മ പോയ സ്ഥാനം ഗൗരിയമ്മ പാർട്ടി പുറത്താക്കുകയാണ് ചെയ്തത്. ഗൗരിയമ്മ പോകുമ്പോൾ ഗൗരിയമ്മയെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് കാരണങ്ങളുണ്ടായിരുന്നു അവിടെ. അത് ആശയത്തിന്റെ ഭാഗമായി പോകുന്നവരാണ്. അത് MP രാഘവനാണെങ്കിലും ഗൗരിയമ്മണെങ്കിലും. സുധാകരൻ അങ്ങനെയല്ല, അധികാരത്തിന്റെ ഭാഗമായി പോകുന്നത്. ഒപ്പം ഗൗരിയമ്മ മാത്രമല്ല പോകുന്നത്, ഗൗരിയമ്മയുടെ കൂടെ കുറെ ലോക്കൽ കമ്മിറ്റി, ഏരിയ കമ്മിറ്റി ഒക്കെ ഒന്നടങ്കം അങ്ങ് കടവഴി പോകുന്ന പറഞ്ഞാൽ പോയി ഒരു പുതിയൊരു പാർട്ടി ഉണ്ടാക്കി. അത് MP രാഘവൻ പോയപ്പോഴും അങ്ങനെ തന്നെയാ. ഇത് വ്യക്തിപരമായി പോകുന്ന, അതായത് വ്യക്തിപരമായി പോകുന്ന ഒരാൾക്ക് വേണ്ടിയിട്ട് അവിടെ പിന്നെ അണികളൊക്കെ സുധാകരനോടെ പോകുന്നത്. സുധാകരൻ കളിക്കുന്ന രാഷ്ട്രീയം വളരെ മോശമായിട്ട് രാഷ്ട്രീയം സുധാകരൻ കളിക്കുന്നുണ്ട്. സുധാകരന്റെ പ്രശ്നം സുധാകരൻ മതരാഷ്ട്രീയം പറയുന്നു. ഒരിക്കലും ഒരു കമ്മ്യൂണിസ്റ്റ് അത് പറയാൻ പാടില്ലാത്ത രീതിയിൽ അദ്ദേഹം ഇപ്പോഴും കമ്മ്യൂണിസ്റ്റുകാരൻ തന്നെയാണല്ലോ. UDFന്റെ പിന്തുണ നേടുന്ന ഞാൻ ഉത്തമ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന ആളാണല്ലോ. ആ കമ്മ്യൂണിസ്റ്റുകാരൻ ഒരിക്കലും പറയാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് സലാമിനെതിരെ പറയുന്നത്. അവിടെ മുസ്ലിം നേതാക്കന്മാരാണ് പാർട്ടി കൈയടക്കിയിരിക്കുന്നത്, ജില്ലയിൽ സലാം അങ്ങനെയാണ് ഇങ്ങനെയാണ് ക്രിമിനലാണെന്നൊക്കെ പറയുന്നത് ഒരു രീതിയിലല്ലോ. ആ രീതിയിൽ പാർട്ടി സുധാകരൻ അറ്റാക്ക് ചെയ്തിട്ട് പോലും ഇല്ല കേട്ടോ. സുധാകരൻ ഇങ്ങനെ എത്രയൊക്കെ വിടുവായത്തിലും വിളിച്ചു പറഞ്ഞിട്ടും പാർട്ടിയോട് പിന്നെ അവിടുത്തെ പാർട്ടിക്കാർ പറഞ്ഞ വലിയൊരു ഘടകമുണ്ട്. അവർക്ക് പിണറായി പോയാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല, പാർട്ടിയാന്ന് പറയുന്നിടത്ത് സുധാകരൻ പോവും അപ്പുറം. അല്ല, സുധാകരൻ പോവുകയൊക്കെ ചെയ്യുന്നത് അതൊക്കെ വ്യക്തിപരമായി ഞാൻ പറഞ്ഞതിന്റെ ജയസാധ്യതയെ കുറിച്ച് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അല്ല വ്യക്തിപരമായിട്ട് അവിടെ പ്രശ്നമുണ്ട്. സുധാകരൻ അപ്പുറം പോയിട്ട് നിൽക്കുമ്പോൾ ഇവിടുന്ന് സതീശനോ അല്ലെങ്കിൽ KC വേണുഗോപാലോ സുധാകരനെ പിന്തുണയ്ക്കുന്ന പറയുമ്പോൾ ആലപ്പുഴയിലെ കോൺഗ്രസ്സുകാർ സുധാകരനെ പിന്തുണയ്ക്കത്തൊന്നും ഇല്ല. അല്ല, ആലപ്പുഴയിലെ കോൺഗ്രസ്സുകാരുടെ കൂടെ വോട്ട് കിട്ടിക്കൊണ്ടായിരുന്നു സുധാകരൻ ജയിച്ചുകൊണ്ടിരുന്നത്. നമുക്ക് നോക്കാം. ഞാൻ പറയുന്നത് ഞാനതൊരു ജഡ്ജ്മെന്റിനൊന്നും ഇല്ല, ബട്ട് ഇതിനൊരു പോസിബിലിറ്റീസ് ഞാൻ പറഞ്ഞതാണ്. പക്ഷെ ഞാൻ പറയുന്നത് ഇപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം നോക്കുകയാണെങ്കിൽ ഇടതുപക്ഷത്തിന്റെ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള കോട്ടകൾ എന്ന് പറഞ്ഞിരുന്ന മണ്ണഞ്ചേരി, കഞ്ഞിക്കുഴി പോലത്തെ പഞ്ചായത്തുകളൊക്കെ തിരിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് ബേസിക്കലി ആലപ്പുഴയിലെ പാർട്ടിയുടെ ദൗർബല്യത്തെയല്ലേ കാണിക്കുന്നത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതിലൊരു വലിയൊരു പ്രധാനപ്പെട്ട ഒരു ഘടകം ആയിട്ട് ഇപ്പം നമ്മൾ അരൂർ മുതൽ ഇങ്ങെടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അരൂർ
ഇതേപോലെ ചേർത്തല, ആലപ്പുഴ, ഹരിപ്പാട്, അമ്പലപ്പുഴ നമ്മളങ്ങനെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല സ്ഥലത്തും പലതരത്തിലുള്ള ചെറിയ പ്രശ്നങ്ങളും സംഭവങ്ങളുണ്ട്. പലതും ഇടതുപക്ഷത്തിൻ്റെ കുറച്ച് കാലമായിട്ടുള്ള കോട്ടകളാണ്. പക്ഷെ നോക്കിക്കഴിഞ്ഞാൽ എല്ലായിടത്തും ഇത്തവണ നല്ല മത്സരം നടക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും അരൂർ ഈ പറഞ്ഞ രീതിയിൽ മറ്റേ ഏറ്റവും ഒരുപക്ഷെ കോൺഗ്രസിൻ്റെ സമീപകാലത്തുണ്ടായിട്ടുള്ള ഏറ്റവും നല്ല നേതാക്കന്മാരിൽ ഒരാളാണ് അവിടെ ഷാനിമോൾ ഉസ്മാൻ അവിടെ മത്സരിക്കാൻ പോകുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ഇമേജുള്ള ഒരാളാണ്. പിന്നെ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ചേർത്തല ഒരുപക്ഷെ CPI ഒരുപക്ഷെ സുരക്ഷിതമായ കുറച്ച് കാലത്തിനിടെ അവിടെ അയക്കാനണി പോലെയുള്ള അപൂർവം മത്സരങ്ങൾ വരുമ്പോൾ ഒഴിച്ച് ബാക്കിയുള്ള സമയത്ത് മുഴുവൻ മറ്റേ ഒരു ഇടതുപക്ഷത്തിനോടൊപ്പം നിന്നിട്ടുള്ളൊരു സംഭവമാണ്. കുറച്ച് കാലമായിട്ട് അടുപ്പിച്ചും അങ്ങനെ തന്നെയാണ്. അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഈ ഹരിപ്പാട്, ആലപ്പുഴയിൽ ഈ പറഞ്ഞ രീതിയിൽ സുഖമായിട്ട് വേണമെങ്കിൽ ഇടതുപക്ഷത്തിന് വീണ്ടും ജയിക്കാവുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എത്രമാത്രം ഒരു കാറ്റുകൾ മാറി വീശുന്നുണ്ടെന്ന് നമുക്കറിയാം. ആലപ്പുഴയിൽ UDF ജയിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. നല്ലൊരു സ്ഥാനാർത്ഥി ഇപ്പൊ KC ഒക്കെ വന്നു കഴിഞ്ഞാൽ നഗരസഭയൊക്കെ അവർ പിടിച്ചിരിക്കും. തീർച്ചയായിട്ടും അതേപോലത്തെ സ്ഥാനാർത്ഥി വന്നപ്പോൾ KC വേണുഗോപാലിനെ പോലത്തെ സ്ഥാനാർത്ഥി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഫൈറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫൈറ്റ് ആയിട്ട് മാറും. ഹരിപ്പാട് നമുക്കറിയാവുന്ന പോലെ രമേശ് ചെന്നിത്തലയ്ക്ക് വേറെ പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഒന്നും ഉണ്ടാവാനായിട്ടുള്ള സാധ്യത കാണുന്നില്ല. അമ്പലപ്പുഴ വരുമ്പോൾ രാകേഷ് പറഞ്ഞതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നുന്നു 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ പറഞ്ഞ രീതിയിൽ ആലപ്പുഴയിൽ ജില്ലയിൽ ഇടതുപക്ഷത്തിന് നായർ സമുദായ അംഗങ്ങളിൽ നിന്ന് വലിയ നേതാക്കൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് കാരണം തന്നെ സുധാകരൻ്റെ ഒരു സ്ഥാനം എന്നൊക്കെ പറയുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു സ്ഥാനമായിരുന്നു. അപ്പോൾ ആ മറ്റേ വികാരം കോൺഗ്രസിലേക്ക് അദ്ദേഹം UDFൻ്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ ഈ പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് മേലങ്കി സത്യം പറഞ്ഞാൽ ഇല്ലല്ലോ അധികം. അതിലിപ്പോൾ അദ്ദേഹത്തിന് നായർ ഒരു ആളായിട്ട് മാറുന്നതിനോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു വോട്ട് നേടുന്നതിനോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രതിസന്ധിയില്ല. അതേപോലെ തന്നെ അവിടെ BJP വളർത്തിക്കൊണ്ടുവരുന്ന ഒരു സമുദായം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ ഈഴവ വേഴ്സസ് മുസ്ലിം എന്നുള്ളതാണ്. അത് കാരണം തന്നെ ആ സലാമിനെതിരെ അങ്ങനെ ഒരു വൈകാരിക ഒരു സംഭവം കൂടി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഈ പറഞ്ഞ സുധാകരന് സാധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നരേഷൻ കൂടി കൊണ്ടുവന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മതപരമായിട്ട് മനുഷ്യർ തമ്മിൽ തിരിയുമായിരിക്കും. പക്ഷേ അത് സുധാകരന് വേണമെങ്കിൽ അനുകൂലമായിട്ട് തെരഞ്ഞെടുപ്പിന് മാറാം. അത് സമൂഹത്തിന് ഗുണം ചെയ്യുമെന്ന് എനിക്കറിയില്ല. പക്ഷെ അത് തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ സുധാകരന് അനുകൂലമായിട്ട് മാറാം. അതുകൊണ്ട് തന്നെ അവിടെ ഒരു സലാമിനെതിരെ അങ്ങനെ ഒരു വൈകാരികത കൊണ്ടുവരാൻ ഉള്ളൊരു ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതൊരു പക്ഷേ വിജയിക്കുകയും ചെയ്തേക്കാം. അത് കാരണം തന്നെ ഞാൻ ആ സീറ്റിനെ നല്ല മത്സരം നടക്കുന്ന സീറ്റായിട്ട് തന്നെയാണ് കാണുന്നത്. ആലപ്പുഴ ജില്ലയിൽ എനിക്ക് തോന്നുന്നു വളരെ ഈസി ആയിട്ട് ലെഫ്റ്റിന് ജയിക്കാവുന്ന ഒരു സീറ്റ് മാവേലിക്കരയാണ്. മറ്റേ പറഞ്ഞ രീതിയിൽ ഇമ്പെക്കബിൾ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് നടത്തുന്ന ഒരു ഉഗ്രനായിട്ടുള്ള ഒരു MLA ഉണ്ട്. പിന്നെ അയാൾ കുറേ കാലത്ത് ഇപ്പോൾ രാജേഷിൻ്റെ കാലം മുതൽ അവരവിടെ നന്നായിട്ടാണ് ആ മണ്ഡലം നോക്കുന്നത്. അതിൻ്റെ ഒരു ഗുണം അവർക്ക് അവിടെ നിന്ന് കിട്ടാം. അതേപോലെ തന്നെ ചെങ്ങന്നൂർ ഈ സജി ചെറിയാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുത്തുള്ളത് സജി ചെറിയാനെ എവിടെ നിന്നൊക്കെയാണ് വോട്ട് കിട്ടുന്നത് എന്ന് നമുക്ക് മനസ്സിലാവില്ല. ഈ പ്രതിപക്ഷത്തിൻ്റെ കോൺഗ്രസ്സുകാരുടെ അടുത്ത് അങ്ങനെ അടുത്തുണ്ട് എല്ലാവരുടെ അടുത്തൊന്നും വോട്ടിനെ ആകർഷിക്കാൻ പറ്റിയിട്ടുള്ള സഭയുടെ പിന്തുണ പരസ്പരം എതിർത്ത് നിൽക്കുന്ന പലരും ആദ്യഘട്ടത്തിൽ ഇവര് ചെങ്ങന്നൂർ ഒഴിച്ചൊക്കെ കിട്ടുമ്പോൾ ഞങ്ങൾക്ക് BJP UDF വലിയൊരു കാൻഡിഡേറ്റിനൊക്കെ കൊണ്ടുവന്ന് മത്സരം കൊടുക്കുന്നു. ബാബു പ്രസാദ് വന്നിരിക്കുന്നത് താല്പര്യം. പിന്നെ ഈ പറഞ്ഞ രീതിയിൽ അവിടെ പഴയ DCC പ്രസിഡന്റ് അടക്കമുള്ള ആൾക്കാരുടെ ഈ പറഞ്ഞ ഷുക്കൂറിന്റെ പ്രശ്നങ്ങള് ആലപ്പുഴ ഇപ്പോഴും പ്രഖ്യാപനത്തില്ല. ആലപ്പുഴയിൽ ആരാ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നമ്മൾ ഈ സംസാരിക്കുന്ന സമയം വരെ വന്നിട്ടില്ല കേട്ടോ. അങ്ങനെ ചില പ്രശ്നങ്ങൾ കോൺഗ്രസ് നേരിടുന്നുണ്ട്. പക്ഷെ ഒരു മുഴുവൻ കഴിഞ്ഞ തവണത്തെ മാതിരി ഒരു പെർഫോമൻസ് നടത്താനായിട്ട് ലെഫ്റ്റിന് പറ്റുമോ എന്നൊന്നും നമുക്ക് ഇപ്പോഴത്തെ ഒരു രീതിയിൽ പറയാൻ പറ്റില്ല. പക്ഷെ ഹിസ്റ്റോറിക്കലി അവർക്കൊരു മറ്റേ ഇത് ഉള്ള സ്ഥലമാണ്. ഒരു 2-3 സീറ്റിലെങ്കിലും അവർക്ക് ഇപ്പോഴും നല്ല എഡ്ജ് ഇപ്പോൾ തന്നെ. നിങ്ങൾ പറയുന്ന അരൂര്, നിങ്ങൾ ഈ അരൂര് ഷാനിമോൾ ഉസ്മാൻ നല്ല സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞു. ഷാനിമോൾ ഉസ്മാനെതിരെ കോൺഗ്രസിൽ നിന്ന് ഇപ്പൊ കഴിഞ്ഞ ദിവസമൊക്കെ ഭയങ്കര പ്രകടനമായിരുന്നു കേട്ടോ. ഷാനിമോളിനെതിരെ കോൺഗ്രസ്. പക്ഷെ സ്ഥാനാർത്ഥിയിൽ മാത്രമല്ല, അരൂരിൽ കഴിഞ്ഞ പ്രാവശ്യം ഈ തവണ ദിലീപയുടെ ഈ കഴിഞ്ഞ പ്രാവശ്യം ചേർന്ന പള്ളിപ്പുറം അരൂർ മണ്ഡലത്തിൽ പെടുന്ന പഞ്ചായത്താണ്. അവിടെ BJP ആണ് ഭരിക്കുന്നത്. തവണ പിടിച്ചു. CPM ഭയങ്കര അടി വന്നു. പാണാവള്ളി, പള്ളിപ്പുറം, അരൂക്കുറ്റി പഞ്ചായത്തുകൾ, ഈ തുറവൂർ പഞ്ചായത്തുകളൊക്കെയാണ് ഈ പറയുന്ന
ഇത് വയ്ക്കുന്നത്. അതിനകത്ത് ലെഫ്റ്റിൽ ഈ വരുന്ന അരുവിക്കുറ്റി പാണാവള്ളി വള്ളിപ്പുറം ഒക്കെ ലെഫ്റ്റിൻ്റെ കൂടെ നിൽക്കണമായിരുന്നു. പക്ഷേ ഇത്തവണത്തെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതൊന്നും തന്നെ ഇല്ലെന്ന് പറയാം. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാര്യം മാറിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പ്രത്യേകിച്ച് പെരുമ്പളം പാലമൊക്കെ ഒരു ഘടകമാണ്, ലെഫ്റ്റിലെ വളരെ ഘടകം. പിന്നെ മാക്കിക്കടവ് പാലം പിന്നെ ഏകദേശം പൂർത്തിയാവുന്നു. ഈ കാര്യങ്ങളുണ്ട്. പിന്നെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ ലത്തീൻ സഭയുടെ വോട്ട്, ലത്തീൻ ഒരു നോമിനി ആയിരുന്നല്ലോ ദലീമ, ലത്തീൻ സഭയുടെ ഇപ്പുറത്തേക്ക് വരുമ്പോഴുള്ളൊരു പിന്തുണ ഇത് വരുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ഈ ചെറിയ ഭൂരിപക്ഷമാണെങ്കിലും ഈ ചെറിയ ഭൂരിപക്ഷമാണെങ്കിലും ഈ ഇടതുപക്ഷത്തിലേക്ക് വികസനം ചർച്ച ചെയ്യപ്പെട്ട ഈ പറയുന്ന പോലെ ഒരു അനുകൂല ഘടകം അവിടെ വരും. അല്ല, ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നല്ല മത്സരത്തിന് സാധ്യത. ഞാൻ പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ദലീമയ്ക്ക് മറ്റു പല ഗുണങ്ങളുണ്ടെങ്കിലും പെർഫോമൻസ് വൈസ് വളരെ പിന്നോക്കം പോയിട്ടുള്ള ഒരു MLA ആണ്. വളരെ പൂറായിട്ടുള്ള. ഞാൻ തിരിച്ചായിട്ട് പറയണത്, ദലീമയ്ക്ക് ഒരുപാട് മോശം വശങ്ങളുണ്ടെങ്കിലും ആസ് എ പാർട്ടിയുടെ ഒരു മണ്ഡലം എന്ന നിലയിൽ അതായിരിക്കും ദലീമയ്ക്ക് ഗുണം ചെയ്യുക എന്ന് പറയുന്നത്. ദലീമ ഒരു MLA നിലയിൽ എത്രത്തോളം വിജയമാണെന്ന് അറിയത്തില്ല. പക്ഷെ പാർട്ടി ആ മണ്ഡലം കൈവിട്ടു പോകാതിരിക്കാനും, പ്രത്യേകിച്ച് ഈ പെരുമ്പളം പാലമൊക്കെ വന്നതും ഈ പിന്നെ ഈ പള്ളിപ്പുറം പാണാവള്ളി ഭാഗത്തൊക്കെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്ന തിരിച്ചടിയെ പാർട്ടിയെ ഉണർത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് CPI ഒക്കെ ഭയങ്കര ദുർബലമായി പോയിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ വന്നിട്ട് ആ രീതിയിൽ വരും. ആ രീതിയിൽ ഇതിലേക്ക് വരുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ ആലപ്പുഴ ഈ പറഞ്ഞ പോലെ കോൺഗ്രസ് ഒരു നല്ല സ്ഥാനാർത്ഥിയെ കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ ആലപ്പുഴ വേണമെങ്കിൽ മറിയാം. കാരണം ആലപ്പുഴ അത്ര വലിയ ശക്തമായിട്ടുള്ളൊരു, ഇപ്പോൾ തോമസ് ഐസക്കും കൊണ്ട് നടന്നിരുന്ന പോലെ ഇപ്പോൾ ചിത്രരഞ്ജൻ നല്ല രീതിയിൽ പണിയെടുക്കുന്നുണ്ട് അവിടെ വരുമ്പോഴത്തേക്ക്. ആ രീതിയിൽ ചിത്രരഞ്ജൻ ജയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മന്ത്രിയാണ് എന്നുള്ളൊരു പ്രചരണം ആലപ്പുഴയിൽ ഉണ്ട്. പക്ഷെ അത് ചെറിയാനും കൂടെ മനസ്സിലാക്കേണ്ട രീതിയിലേക്ക് വരും. കാരണം അവിടെ ഈ ആലപ്പുഴ എന്നും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഈ വിഭാഗീയത, നമ്മൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിഭാഗീയതയും വരുന്ന ഏറ്റവും കൂടുതൽ ഒതുക്കലുകളും വെട്ടലുകളും ഒക്കെ നടന്നിരിക്കുന്ന ജില്ലയാണ് ആലപ്പുഴ എന്ന് പറയുന്നത്. നേതാക്കന്മാർ സാക്ഷാൽ VS ഒക്കെ വെട്ടി, ഞാൻ VS ഒരു ഘടക ഫാക്ടർ ആകുമെന്നും കൂടെ നമ്മൾ ചിന്തിക്കണം കേട്ടോ. കാരണം VS ഇല്ലാതെ വരുന്നതും അല്ല, എനിക്കിപ്പോ VS ആ രീതിയിലേക്ക് പാർട്ടിയോട് നിൽക്കണം. VS ഈ സുധാകരൻ ഇപ്പുറത്ത് പോയി ജയിച്ചു കഴിഞ്ഞാൽ VSന്റെ മണ്ണ്, VSന്റെ നാടാണ്, അത് കൈവിട്ട് പോകരുതെന്നൊക്കെ ഉള്ള ഒരു വികാരം. VS മരിച്ചിട്ട് മാസങ്ങളായി കാണും. പക്ഷെ VSന്റെ നാട് തിരിച്ചു പോകരുത് എന്നുള്ളൊരു വികാരം പാർട്ടിക്കാരിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് അങ്ങനെ വരും. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി വൈകാരികമായിട്ട് ചിന്തിക്കുന്ന മനുഷ്യരാണ് ആലപ്പുഴയിലെ അമ്പലപ്പുഴയിലൊക്കെ സഖാക്കൾ. ആ രീതിയിൽ വരും. പിന്നെ ഈ പറഞ്ഞ പോലെ ഈഴവ ജാതി വോട്ടൊക്കെ വളരെ നിർണായകമായിട്ട് അവിടെ പ്രതിഫലിക്കും കേട്ടോ. ആ രീതിയിലും അങ്ങനെ സംഭവിക്കും. പിന്നെ അവിടെ ഇപ്പോൾ ഒരു കുട്ടനാടൊക്കെയാണ്. ഈ ആലപ്പുഴ കോൺഗ്രസ്സിൽ പൊട്ടിത്തെറി വന്നിരിക്കുന്നത് ഈ ആലപ്പുഴ മണ്ഡലം അമ്പലപ്പുഴയിലും കുട്ടനാട്ടിലും ഈ പൊട്ടിത്തെറി ഉണ്ട് കേട്ടോ. പൊട്ടിക്കരച്ചിലും പൊട്ടിത്തെറി ഉണ്ട്. നമ്മൾ സുധാകരനിലേക്ക് മാത്രം ക്യാമറ വെച്ചിട്ടാണ് അതൊന്നും അറിയാത്തത്. കുട്ടനാട്ടിലേക്ക് മാത്രം സുധാകരനും ഇടതുപക്ഷവും തമ്മിലുള്ള അടിയായിട്ട് മുഴുവൻ മാധ്യമങ്ങളും കാണിക്കുന്നതുകൊണ്ടാണ്. ഇപ്പുറത്ത് ഭയങ്കര കരച്ചിലും ബഹളമൊക്കെയാണ്. ഷുക്കൂറാണെങ്കിലും ഇവരൊക്കെ ജോബാണ് BJPയുടെ സ്ഥാനാർത്ഥി. അതൊന്നും അമ്പലപ്പുഴയില്. അപ്പൊ നമ്മൾ ഈ മൊത്തത്തിൽ ഇപ്പൊ തെക്കൻ കേരളം വിലയിരുത്തുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ തെക്കൻ കേരളത്തിൽ മുഴുവനായിട്ട് നമുക്കൊരു വിഭാഗമാക്കാൻ പറ്റുമോ? അത് ഏത് തരത്തിലായിരിക്കും ഇതിന്റെ ഒരു സംഗതി ഉണ്ടാവുക എന്നാണ് ശരിക്കും എനിക്ക് രാഷ്ട്രീയമായിട്ട് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷമാണ് തെക്കൻ കേരളത്തിൽ സീറ്റുകൾ എണ്ണൊക്കെ വെച്ച് നോക്കുമ്പോഴും വരുന്നത്. ഇതിനകത്ത് എനിക്ക് തോന്നുന്നു അവിടെ ഈ സാമുദായിക ജാതി വരുമ്പോഴത്തേക്ക് പരിഗണന വരുമ്പോഴത്തേക്ക് ഈ UDFും NDAയും കുറേ 21 നേട്ടമുണ്ടാക്കിയിട്ടുണ്ട്. അവിടുന്ന് കുറേ മാറ്റങ്ങൾ ഈ 5 വർഷത്തിനിടെ വന്നിട്ടുണ്ട്, ശബരിമലയ്ക്ക് ഉൾപ്പെടെ. അതുമൊക്കെ ഇടതുപക്ഷത്തിന് തിരിച്ചടിയായാൽ ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ പ്രാവശ്യത്തെ അത്ര ഒരു പെർഫോമൻസ് ഉണ്ടാക്കാൻ പറ്റത്തില്ല എന്നാണ് നോക്കുന്നത്. പക്ഷെ പൊതുവിൽ ഞാൻ എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഇത് വെച്ചിട്ട് കഴിഞ്ഞ തവണ ഈ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട ഈ ജില്ലകളിൽ നോക്കുമ്പോൾ ഇടതുപക്ഷത്തിന് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി ഉണ്ടാകത്തില്ല എന്നുള്ളതാണ്. കോട്ടയത്തൊക്കെ മാത്രമേ ഉള്ളൂ ഒരു തരത്തിൽ എന്തെങ്കിലും തരത്തിൽ ഒരു മാറ്റം വന്നാൽ വരും. എന്നെ സംബന്ധിച്ചാൽ ഞാൻ വളരെ കൗതുകത്തോടു കൂടി നോക്കുന്നൊരു കാര്യമാണ്. അതിലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1950 മുതൽ ഇവിടെ ഇപ്പോഴത്തെ BJP ആയിട്ട് മാറിയിട്ടുള്ള മറ്റേ RSSന്റെ രാഷ്ട്രീയ വിഭാഗങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് കേരളത്തിലെ ഈഴവ വോട്ടുകളെ
ഈ പറയുന്നതിൽ RSSനെ അനുകൂലമാക്കി RSSന്റെ രാഷ്ട്രീയ പരിപാടിക്ക് അനുകൂലമാക്കി മാറ്റുക എന്നുള്ളത്. ഇന്ത്യയിൽ പല സ്ഥലത്തും അത് സാധിച്ചിട്ടും ഒട്ടും സാധിക്കാത്ത 2 സ്ഥലങ്ങളായിട്ടാണ് തമിഴ്നാടും കേരളവും അവർക്ക് നിലനിൽക്കുന്നത്. പ്രത്യേകിച്ചും പല സമയത്തും അത് നടന്നിട്ടുണ്ട്. മദൻ മോഹൻ മാളവ്യ ശ്രമിച്ചിട്ടുണ്ട്, മറ്റേ ഗോൾവാൾക്കർ ശ്രമിച്ചിട്ടുണ്ട്, പലരും ശ്രമിച്ചിട്ടുണ്ട്. SNDP യോഗത്തിൽ വന്നിട്ട് ഇവർ മറ്റേ രാമന് ജയ് വിളിച്ചപ്പോൾ സഹോദരൻ അയ്യപ്പൻ രാവണന് ജയ് വിളിച്ചിട്ട് ഇറക്കി വിട്ടതാണ് ഇവരെ. അങ്ങനെ ചെറുത്ത് നിന്നൊരു ചരിത്രമുണ്ട്. ആ ചരിത്രത്തിന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു മാറ്റം ഉണ്ടാക്കാനായിട്ട് ഇവരുടെ ശ്രമത്തിന് സാധിക്കുമോ എന്നുള്ളതാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിനെ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൗതുകം. അതെനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ റിഫ്ലക്റ്റ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഈ പറയുന്ന ഈ എറണാകുളം വരെയുള്ള, അല്ലെങ്കിൽ എറണാകുളത്തിന് തൊട്ട് മുമ്പുള്ള കോട്ടയം ആലപ്പുഴ വരെയുള്ള ജില്ലകളിലാണ് ഈ പറയുന്ന റിഫ്ലക്റ്റ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഒരു ടെസ്റ്റിംഗ് പോയിൻ്റായിട്ട് ഞാൻ ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം LDF അവിടെ കൂടുതൽ വോട്ട് പിടിക്കുമോ, UDF വോട്ട് പിടിക്കുമോ എന്നുള്ളതിനെക്കുറിച്ച് കൂടുതലായിട്ട് പ്രാധാന്യത്തോടുകൂടി ഞാൻ ഇതെങ്ങനെ ഇവിടെ ചലനങ്ങൾ ഉണ്ടാവും. അതങ്ങനെയാണെങ്കിൽ അത് ദൂരവ്യാപകമായിട്ടൊരു പ്രത്യാഘാതം കേരള സമൂഹത്തിന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. അതെങ്ങനെ സാധിക്കുന്നവരാണ്. അത് ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന രീതിയിൽ LDFൻ്റെ വോട്ടടിത്തറ ഇളകും. അത് ഇളകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ഭരണം പോലും തിരിച്ചു പിടിക്കാൻ പറ്റുന്ന രീതിയിലേക്ക്, പറ്റാത്ത രീതിയിലേക്ക് LDF മാറുകയും അതൊരു ലോങ് ടേമിൽ വലിയ ഒരു രാഷ്ട്രീയ ഇളക്കങ്ങൾ കേരളത്തിൽ ഉണ്ടാക്കുക. അതാണ് എന്നെ സംബന്ധിച്ചോളം ഞാൻ ഈ തെക്കൻ ജില്ലകളെ നോക്കി കാണുന്നത്.